ഹലോ, ഇന്ന് നമ്മുടെ ഡേ 13 ഓഫ് കൺസിസ്റ്റൻസി ചലഞ്ചാണ്. അപ്പോൾ ഇന്ന് വരെ ആയിട്ട് നമ്മൾ 7 ക്വസ്റ്റ്യൻ പേപ്പറാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ 1086/26 ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലത്തെ എല്ലാ സബ്ജക്റ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി 6 ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ പാർട്ട് 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 90 ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 7 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ നമുക്ക് ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കേണ്ട. കോപ്പറേഷൻ പാർട്ട് 90 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നടന്ന 7 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ ഒന്ന് കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റത്തെ 1087/26 തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A society in which an individual is free to join and resign from his membership at his will and discretion ആണ് എന്ത് വോളണ്ടറി അസോസിയേഷൻ. അതിനെ പറയുന്നതാണ് വോളണ്ടറി അസോസിയേഷൻ. എ സൊസൈറ്റി ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. ഓക്കെ, അതാണ് വോളണ്ടറി അസോസിയേഷൻ. നമ്മുടെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട് അതൊരു വോളണ്ടറി അസോസിയേഷൻ ആണെന്ന്. Okay, next question. To prevent erosion in the values of corporation, ICA appointed committee headed by Dash in 1995. Answer, Dr. Ivan McPherson. To prevent erosion in the values of corporation, ICA appointed a committee headed by Dr. Ivan McPherson in 1995. ICA appointed ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? ഡോക്ടർ ഇവാൻ മെക്പേഴ്സൺ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാഫിക് കാർഡ് ടു റിവ്യൂ റൂറൽ ക്രെഡിറ്റ് വാസ് ബൈ ആരാണ് ഗ്രാഫിക് കാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? RBI ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBI എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാഫിക് കാർഡ് ടു റിവ്യൂ റൂറൽ ക്രെഡിറ്റ് അത് ഡൺ ചെയ്തത് RBI ആണ്. ഓക്കെ, ഗ്രാഫിക് കാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI. Next question. Asset kept in liquid form to meet immediate demands for cash payments by cooperative banks coming under the Banking Regulation Act. Fluid Resource Fund. ആ ഫണ്ടിനെ പറയുന്നതാണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ട്. എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ട് എന്നാണ് അസറ്റ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോമിൽ കെപ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ ഇമ്മീഡിയറ്റ് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡായിട്ട് കെപ്റ്റ് ചെയ്യുന്ന അസറ്റിനെ ക്യാഷ് പേയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പീക്കാർഡ് ബാങ്കിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എ താലൂക്ക്. ഏരിയ ഓഫ് പീക്കാർഡ് ബാങ്ക് എ താലൂക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആനന്ദ് പാറ്റേൺ ഓഫ് കോപ്പറേറ്റീവ്സ് ഹാസ് എ ഡാഷ് ടയർ സ്ട്രക്ചർ. എത്ര ടയറിലാണ് അത് വർക്ക് ചെയ്യുന്നത്? 3 ടയർ ആണ്. ആനന്ദ് പാറ്റേൺ ഓഫ് കോപ്പറേറ്റീവ്സ് ഹാസ് എ 3 ടയർ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KCMMF was formed in the year 1980 as a state adjunct of the National Dairy Program known as DASH. അതിനെ പറയുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. KC 1980. KCMMF was formed in the year 1980. A state adjunct of the National Dairy Program. ആ നാഷണൽ ഡയറി പ്രോഗ്രാം എന്ന് പറയുന്ന പേരാണ് എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A specific fund established by an apex society in India funded by the state government primarily to purchase shares in other cooperative societies. അതിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? എ സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അപ്പെക്സ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഫണ്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിമർലി ടു പർച്ചേസ് ഷെയർസ് ഇൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ അതർ ജോബ്സ്. അതിനെന്താ പറയുക? പ്രയോറിറ്റൈസിങ് എന്നാണ് പറയുക. എന്താണ് പ്രയോറിറ്റൈസിങ്? ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ അതർ ജോബ്സ്. അതാണ് പ്രയോറിറ്റൈസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The performance appraisal method, which is based on the philosophy of converting organizational objectives into personal objectives. അതിനെ പറയുന്ന പേരാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. The performance appraisal method, which is based on the philosophy of converting organizational objectives into personal objectives ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. Next question. Training using procedures and equipment similar to those used in the actual job setup in a special working area. അതിനെ പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ. എന്താണ് വെസ്റ്റിബ്യൂൾ? ട്രെയിനിങ് യൂസിങ് procedures and equipment similar to those used in the actual job setup in a special working area ആണ് വെസ്റ്റിബ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the rating system, CAMELS, the letter L represents. L എന്താ പറയുന്നത്? Liquidity. In the rating system, CAMELS, the letter L represents liquidity. Next question. Who is responsible for the prompt disposal of dispute in societies and expeditious execution of award and decree register? Who is responsible for the prompt disposal of disputes in societies എന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ്. Who is responsible for the prompt disposal of disputes in societies and expeditious execution of awards and decree ആരാണ്? രജിസ്ട്രാർ ആണ്. അപ്പോൾ നമ്മുടെ 1087/2026 ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ 86 നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 1085/26 15 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In dash, the Central Banking Enquiry Committee recommended that limited liability cooperative societies, generally known as urban banks, should be established. സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ വർഷം എന്താണ്? 1931. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. In 1931, the Central Banking Enquiry Committee recommended that limited liability cooperative society, generally known as urban banks, should be established. 1931 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ വർഷമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മുന്നേ. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം 1931. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cooperation is the act of poor persons voluntarily united for utilizing reciprocally their own forces, resources, or both under their mutual management to their common profit or loss. Whose definition was this? ആരുടെ ഡെഫിനേഷൻ ആണ്? ഹെറിക്കിൻ്റെ ഡെഫിനേഷൻ ആണ്. എന്ത്? കോപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് പുവർ പേഴ്സൺസ് voluntarily united for utilizing reciprocally their own forces, resources, or both under their mutual management to their common profit or loss. ആരുടെ ഡെഫിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ഹെറിക്കിൻ്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ഹെറിക് പുതിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ഇതിൽ റിപ്പീറ്റ് വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് പുവർ പേഴ്സൺസ് വോളണ്ടറിലി യുണൈറ്റഡ് ഫോർ യൂട്ടിലൈസിങ് റെസിപ്രോക്കലി ദിയർ ഓൺ ഫോഴ്സസ്, റിസോഴ്സസ് ഓർ ബോത്ത് അണ്ടർ ദിയർ മ്യൂച്വൽ മാനേജ്മെൻറ്റ് ടു ദിയർ കോമൺ പ്രോഫിറ്റ് ഓർ ലോസ്. ആരുടെ ഡെഫിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ഹെറിക്കിൻ്റെ ഡെഫിനേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ഇംപ്ലൈസ് ദാറ്റ് rights and privileges, advantages and benefits are not apportioned according to numbers of shares held by the members? അതാണ് എന്ത്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ആ പ്രിൻസിപ്പിളാണ് എന്ത് പറയുന്നത്? റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ആർ നോട്ട് അപ്പോർഷൻഡ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ്. മെമ്പേഴ്സ് ഹെൽഡ് ചെയ്യുന്ന ഷെയർസിനനുസരിച്ചിട്ട് അല്ല എന്ന് പറയുന്നതാണ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഡെമോക്രസി, എല്ലാവർക്കും തുല്യത, അങ്ങനെയുള്ള രീതിയിൽ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളിലാണ് ഇത് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ട്? താഴെ പറയുന്നതിൽ നോട്ട് എ മെമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫാമേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഉണ്ട്, ക്രാഫ്റ്റ്മാൻ ഉണ്ട്, വേജ് ഏണേഴ്സ് ഉണ്ട്. വേജ് ഏണേഴ്സ് ആണ് ആൻസർ വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സിലെ മെമ്പർ അല്ലാത്തത് വേജ് ഏണേഴ്സ് ആണ്. ബാക്കി എല്ലാവരും മെമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In Germany, Dash tried to reduce the sufferings of the people living in urban ഏരിയയിലെ ഷൂൾസും റൂറൽ ഏരിയയിലെ റേഫീസ് എന്ന് വരുന്നല്ലോ.
അപ്പോൾ ആൻസർ ഷൂൾസ്. ഇൻ ജർമ്മനി ഷൂൾസ് ട്രൈ ടു റെഡ്യൂസ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ living in urban area. Next question. Who emphasized that the use of money was at the root of all evils? എന്ന് പറഞ്ഞത് റോബർട്ട് ഓവൻ ആണ്. യൂസ് ഓഫ് മണി ആണ് റൂട്ട് ഓഫ് ഓൾ എവിൾസിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞത് റോബർട്ട് ഓവൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The decision to admit to the membership of ICA lies with ആരുടെ കയ്യിലാണ്? ബോർഡിൻ്റെ കയ്യിലാണ്. ദ ഡിസിഷൻ ടു അഡ്മിറ്റ് മെമ്പർഷിപ്പ് ആരാണ് തീരുമാനം എടുക്കുന്നത്? ബോർഡാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA യൂറോപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രുസൽസ് ആണ്, ബെൽജിയം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA യൂറോപ്പ് ഈസ് ഇൻ ബ്രുസൽസ്. ദ റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ് അറ്റ് മാംഗ്ലൂരു വാസ് എസ്റ്റാബ്ലിഷ്ഡ്. നവംബർ 1984 നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാംഗ്ലൂർ എസ്റ്റാബ്ലിഷ് ചെയ്തത് നവംബർ 1984. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ടു റീപ്ലേസ് ദ സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്? ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ഏത് കമ്മിറ്റിയാണ്? സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് റെക്കമെൻഡ് ചെയ്തത്. എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് to replace the Central Committee for Cooperative Training, study team on cooperative training. Next question. The task force under the chairmanship of Professor A. Vaidyanathan was appointed by the Government of India in 2004 ആണ് ആൻസർ. ഗവൺമെൻറ് വൈദ്യനാഥനെ അപ്പോയിൻറ്റ് ചെയ്ത് to recommend and implement an action plan for reviving the rural cooperative banking institutions. ആൻസർ 2004 PYQ ആണ്. വൈദ്യനാഥൻ്റെ അപ്പോയിൻറ്റ് ചെയ്ത വർഷം ചോദിക്കാറുണ്ട്, 2004. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ നോഗൺ ആണ്. ഫസ്റ്റാണ് ചോദിക്കാറുള്ളത് ജാങ്കിൻ പഞ്ചാബ്. സെക്കൻഡാണ് ഇപ്രാവശ്യം ചോദിച്ചത്. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് നോഗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഹൂബ്ലി ഇൻ ദ ഫോമർ ബോംബെ പ്രൊവിൻസ് ഇൻ 1915. ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി 1915 ആണ്, ഹൂബ്ലി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അത് വന്നിട്ട് 1084 നമുക്ക് എക്സാം ഇല്ല കേട്ടോ. 1084 ഇല്ല. അപ്പോൾ നെക്സ്റ്റ് 1083, 26 നമുക്ക് 15 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1962. NCDC വന്നത് 1963 ആക്ട് 1962. ന്യൂട്രിക്കോ ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്കോ. റബ്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിം ആണ് എന്ത്? ന്യൂട്രിക്കോ. ന്യൂട്രിക്കോ ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്കോ. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ സർവേ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ റിവ്യൂ കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ വേണം കേട്ടോ. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ആൻസർ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CAPE was registered under ഡാഷ് ആക്ട് ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് CAPE രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് CAPE രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീഡർഷിപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷനിലൊരു എക്സാമ്പിളാണ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NCCF was established in the year 1965. 1965 NCCF എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1965. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു റബ്ബർ മാർക്ക്. റബ്ബർ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഭാരത് ജൈവ. വേർ ഈസ് കിക്മ സിറ്റുവേറ്റഡ്? ആൻസർ നെയ്യാർ ഡാം. കിക്മ സിറ്റുവേറ്റ് ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഡാഷ് റോഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി? യുവാൻ മക്പേഴ്സൺ ആണ് ഉത്തരം. ഡാഷ് റോഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി? മക്പേഴ്സൺ.
Next question. The first International Year of Cooperative declared by UN General Assembly 2012 ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് UN ഡിക്ലെയർ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ കോഴിക്കോടാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വരുന്നത് കോഴിക്കോടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് സെക്ഷൻ ഓഫ് KCS ആക്ട് 1969 ഈസ് റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് റിലേറ്റഡ് ചെയ്തുള്ള സെക്ഷനാണ് 57B. 57B സെക്ഷൻ ഓഫ് KCS ആക്ട് 1969 ഈസ് റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ആൻസർ സിങ്കിങ് ഫണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സിങ്കിങ് ഫണ്ട് ഈസ് the fund created by the Kerala State Cooperative Agriculture and Rural Development Bank for redemption of debentures. അപ്പോൾ 1083 15 ക്വസ്റ്റ്യൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 1082 15 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്, അതിന് പറയുന്നതാണ് സോഷ്യലിസം. ദ മീൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് സോഷ്യലിസം. Introduction of production-oriented credit to agriculturalists to cater to seasonal agricultural production need was based on the recommendation of All India Rural Credit Survey Committee recommendation ആണ്. Introduction of production-oriented credit to agriculturalists to cater to seasonal agricultural production needs was based on the recommendation എന്ന് ചോദിച്ചാൽ All India Rural Credit Survey Committeeയുടെ recommendation ആണ്. Core ethics of cooperation do not include one of the parameters given below. കോപ്പറേഷൻ്റെ എത്തിക്സ് പറയുന്നത് ഹോണസ്റ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ഇതിൻ്റെ എത്തിക്സിൽ വരുന്നതല്ല. അപ്പോൾ ആൻസർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. മറ്റേതൊക്കെ എത്തിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാക്കേജ് ഓഫ് റിഫോംസ് റെക്കമെൻഡഡ് ബൈ ദ കുസ്രു കമ്മിറ്റി 1989 include bringing more rural poor within the ambit of primary agriculture cooperatives, role of federations in strengthening their constituents, need for comprehensive cooperative legislation reforms, increased involvement of women in the membership, management and leadership position in cooperatives. Answer all are correct ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫ്രം പ്രോഫിറ്റ്സ് ഇൻകം സെക്യൂർഡ് ബൈ അസറ്റ് ലൈക്ക് മോർഗേജസ് ആൻഡ് മാനേജ്ഡ് ബൈ ട്രസ്റ്റീസ് ടു എൻഷുർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫോർ ലോങ് ടേം ലെൻഡിങ് ആൻഡ് റെഗുലേറ്റഡ് ഫോർ കേസ് കാർഡ് ബാങ്കാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ആ ഫണ്ടിനെ പറയുന്നതാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫ്രം പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻകം സെക്യൂർഡ് ബൈ അസറ്റ്സ് ലൈക്ക് മോർഗേജസ് ആൻഡ് മാനേജ്ഡ് ബൈ ട്രസ്റ്റീസ് ടു എൻഷുർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫോർ ലോങ് ടേം ലെൻഡിങ് ആൻഡ് റെഗുലേറ്റഡ് ബൈ കേസ് കാർഡ് ബാങ്കാണ്. അതിനെ പറയുന്ന പേരാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An essentially cooperative without banking as the main function serving common economic needs like purchasing supplies or selling products ആണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. ആ തരത്തിലുള്ള സൊസൈറ്റികളാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ആൻഡ് എസെൻഷ്യലി കോപ്പറേറ്റീവ് വിത്തൗട്ട് ബാങ്കിങ് എസ് എ മെയിൻ ഫംഗ്ഷൻ, അവിടെ ബാങ്കിങ് അല്ല മെയിൻ ഫംഗ്ഷൻ, സെർവിങ് കോമൺ എക്കണോമിക് നീഡ്സ് ആണ്. കോമൺ എക്കണോമിക് നീഡ്സ് സെർവ് ചെയ്യുന്നതാണ് മെയിൻ ഫംഗ്ഷൻ ലൈക്ക് പർച്ചേസിങ് സപ്ലൈസ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്ട്സ്. അതിനെ പറയുന്നതാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് റൈറ്റേഴ്സ് ഇൻ കേരളയാണ് SPCS. SPCS ആണ് റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലുള്ളതാണ് SPCS, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ്സ് വർ എക്സംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ചീഫ് പ്രൊവിഷൻസ് ഓഫ് ഏതിലത്തെ പ്രൊവിഷനാണ് ചോദിച്ചാൽ 1912 ആക്ടിൽ പ്രൊവിഷനാണ്. ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുന്നത് 1912 ആക്ടിലെ പ്രൊവിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോർ significant assets like immovable property pledged as security for loan, the valuation is conducted by independent qualified valuer ആണ് ആ തരത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത്. ഫോർ സിഗ്നിഫിക്കൻറ്റ് അസറ്റ്സ് ലൈക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്ലഡ്ജഡ് ആസ് സെക്യൂരിറ്റി ഫോർ ദ ലോൺ, ദ വാല്യുവേഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ക്വാളിഫൈഡ് വാല്യുവർ ആണ് ആ ഇത് നടത്തുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് വാല്യുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ദ മാനേജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ
ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. Next question, the process of investigating what is being done and comparing the results with the corresponding budget data to verify accomplishment is called budgetary control. അതിനെ പറയുന്ന പേരാണ് ബഡ്ജറ്ററി കൺട്രോൾ. ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ഈസ് ബീയിങ് ഡൺ ആൻഡ് കമ്പയറിംഗ് ദ റിസൾട്ട് വിത്ത് ദ കറസ്പോണ്ടിങ് ബഡ്ജറ്റ് ഡാറ്റ ടു വെരിഫൈ അക്കംപ്ലിഷ്മെന്റ് ഈസ് കോൾഡ് ബഡ്ജറ്ററി കൺട്രോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രാഫിക് ടൂൾ ഫോർ അനലൈസിങ് ഓൾ പോസിബിൾ ആക്ഷൻസ് ഫോർ എ ഡിസിഷൻ അണ്ടർ റിസ്ക് ആണ് ഡിസിഷൻ ട്രീ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ എന്താണ് ഡിസിഷൻ ട്രീ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. A graphic tool for analyzing all possible actions for a decision under risk ആണ് decision tree. Next question, the powers of the registrar are delegated to dash in case of dairy industry, village industry, coir industry and fisheries. ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക? ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ പറഞ്ഞ അവിടെയൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക പവേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് ആർ ഡെലിഗേറ്റഡ് ടു ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡയറി, ഡയറക്ടർ ഓഫ് ഡയറി, ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Chairman of the expert committee constituted for the formation of Kerala Bank by the state government ആണ് MS Sriram കമ്മിറ്റിയാണ് ചെയർമാൻ ഓഫ് ദ എക്സ്പേർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് കേരള ബാങ്കിൻ്റെ ഫോർമേഷന് കാരണമായ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ് MS ശ്രീറാം. നെക്സ്റ്റ്, ആപ്കോസ് ഈസ് എ ഡാഷ് കോപ്പറേറ്റീവ്. ആപ്കോസ് ഈസ് എ ഡയറി കോപ്പറേറ്റീവ്. ആപ്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറി കോപ്പറേറ്റീവ് ആണ്. അപ്പം നമ്മുടെ 1082/26 കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി 1081/26 ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ക്വസ്റ്റ്യൻസ് നോക്കാം. Okay, first question. The first cooperative housing in India was organized in the year 1909 at Bangalore. The first cooperative housing in India was organized in the year 1909 at Bangalore. Next question നോക്കാം. The long-term credit to the state cooperative bank and other approved by the RBI for refinance for investment in agriculture and allied activities is extended to a period of dash years. എത്ര വർഷത്താണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്? 25 years. Long-term credit to state cooperative banks and other approved by the RBI for refinance for investment in agriculture and allied activities is extended. എത്ര വർഷം വരെ? 25 വർഷം. Next, the organization that supports dairy cooperatives in the diversification of product portfolio for commercial production by providing value added products and process technology ആണ് NDDB. The organization that support dairy cooperatives supported in the diversification of product portfolio for commercial production by providing value added products and process technology ആണ് NDDB. Next, this scheme protects covering loan liabilities if a borrower dies during the loan period. അതിനെ പറയുന്നതാണ് റിസ്ക് ഫണ്ട്. റിസ്ക് ഫണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്ത്? ദ സ്കീം പ്രൊട്ടക്ട്സ് കവറിങ് ലോൺ ലയബിലിറ്റീസ് ഇഫ് എ ബോറോവർ ഡൈസ് ഡ്യൂറിങ് ലോൺ പീരീഡിൽ മരിച്ച ബോറോവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് റിസ്ക് ഫണ്ട് സ്കീം. എന്താണ് റിസ്ക് ഫണ്ട് സ്കീം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൂയിങ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറൻറ്റ് എൻജോയ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓർ പേഴ്സണൽ ചാലഞ്ച് റാദർ ദാൻ ഫോർ എക്സ്റ്റേണൽ റിവേഴ്സിന് പറയുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഡൂയിങ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറൻറ്റ് enjoyment, satisfaction or personal challenge rather than for external rewards ആണ് intrinsic motivation എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇത് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നാണ് അതിന് പറയാം. നെക്സ്റ്റ്, ആൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഓംബുഡ്സ്മാൻ. ഗ്രീവൻസ് റിഡ്രസലിനുള്ളൊരു അതോറിറ്റിയാണ് ഓംബുഡ്സ്മാൻ. ആൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓംബുഡ്സ്മാനാണ്. ഓംബുഡ്സ്മാനെയാണ് എല്ലാവരും സമീപിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡാഷ് ഹെൽപ്പ് ടു നോ വെദർ കമ്മ്യൂണിക്കേഷൻ ഈസ് റിസീവ്ഡ് ബൈ ദ റിസീവർ ആസ് ഇൻറ്റൻഡഡ് ബൈ ദ സെൻഡർ.
അതിന് പറയുന്നതാണ് ഫീഡ്ബാക്ക് എന്നാണ് പറയുക. ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ടു നോ വെദർ കമ്മ്യൂണിക്കേഷൻ ഈസ് റിസീവ്ഡ് ബൈ ദ റിസീവർ ആസ് ഇൻറ്റൻഡഡ് ബൈ ദ സെൻഡർ. അതിനാണ് ഫീഡ്ബാക്ക് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In addition to statutory function, the registrar is responsible for developmental. Additional statutory functionനു പുറമെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിനും രജിസ്ട്രാർ റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ ബൈഫ്യൂരിഫിക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്, ഹു ഈസ് കൺസേൺഡ് ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ താലൂക്ക് ലെവല്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് താലൂക്ക് ലെവല് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ്. ആഫ്റ്റർ ദ ബൈഫ്യൂരിക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്, ഹു ഈസ് കൺസേൺഡ് ദ ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് താലൂക്ക് ലെവൽ എന്ന് ചോദിച്ചാൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നബാർഡ് ഇൻ 1982 ഫോർമേഷന് കാരണമായ കമ്മിറ്റിയാണ് ഡോക്ടർ ശിവറാം കമ്മിറ്റി. ഡോക്ടർ ശിവറാം കമ്മിറ്റിയാണ് നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി 1982. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് കോപ്പറേറ്റീവ് യൂണിയൻ. The state governmental organization that focus on cooperative education and training ആണ് cooperative union. Next question. The primary objective of PCARD Bank is to provide dash credit for agriculture and rural development activities. Long-term credit and answer. The primary objective of PCARD Bank is to provide long-term credit for agriculture and rural development activities. Next question. The ideology followed by dash was the remunerative linking of rural milk producing centers with the urban demand centers to build up a viable dairy industry. അതിനെ പറയുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ആ ഐഡിയോളജീനെയാണ് അതിനെയാണ് പറയുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫോളോ ചെയ്തിരിക്കുന്നത് റെമ്യൂണറേറ്റീവ് ലിങ്കിങ് ഓഫ് റൂറൽ മിൽക്ക് പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് വിത്ത് ദ അർബൻ ഡിമാൻഡ് സെൻറ്റേഴ്സ് ടു ബിൽഡ് അപ്പ് എ വയബിൾ ഡയറി ഇൻഡസ്ട്രി. അതിനെ പറയുന്ന പേരാണ് കേട്ടോ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ്. ഇൻ ദ ഇയർ വാസ് ICA എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1895 ICA എസ്റ്റാബ്ലിഷ് ചെയ്തത്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 1895. DV ഫയൽ കോമൺലി റെഫേഴ്സ് ടു. DV ഫയല് ഡിസ്പേഴ്സ്മെൻറ്റ് വൗച്ചർ ഫയൽ തന്നെയാണ് DV ഫയൽ എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. എന്താണ് ഡിസ്പേഴ്സ്മെൻറ്റ് വൗച്ചർ ഫയൽ. അപ്പം നമ്മുടെ 1081/26 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 1080/26 15 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? താഴത്തെ എന്തെങ്കിലും റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് കൺട്രോൾ, ക്യാഷ് ട്രേഡിംഗ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇത് പിന്നീട് വന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ അതാണ് ആൻസർ. അതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കമ്മിറ്റി ക്ലാസിഫൈ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ടു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്തത്? ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ബൈ ICA അപ്പോയിൻറ്റ് ചെയ്ത ഫസ്റ്റ് കമ്മിറ്റിയാണ് എസെൻഷ്യലും നോൺ എസെൻഷ്യലും ആയിട്ട് പ്രിൻസിപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which principle of cooperation implies that cooperative movement should be an integrated whole എന്ന് പറയുന്നത് ഇംപ്ലൈ ചെയ്യുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റിഗ്രേറ്റഡ് വോൾ എന്ന് പറയുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് ആർ എക്സ്ക്ലൂസീവ്ലി ഓർഗനൈസ് ചെയ്തത്? ഡെൻമാർക്കിലാണ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്തത്. എവിടെയാണ്? ഡെൻമാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് റേഫിസൺ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ഡാഷ് ഡയറക്ടേഴ്സ്. റേഫിസൺ സൊസൈറ്റിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു? 6. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് റേഫിസൺ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 6 ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. താഴെ പറയുന്ന പോലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്തത് ഡെൻമാർക്കിനാണ്. ഡെൻമാർക്ക് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ബൈ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ലണ്ടൻ ഇൻ 1895. ICA 1895 ലണ്ടനിൽ വെച്ചിട്ടുള്ള കോൺഗ്രസ്സിലാണ് ICA ഫോം ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഹാസ് ഡാഷ് റീജിയണൽ അസംബ്ലീസ്. എത്ര റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്? 4 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ICAക്ക് 4 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഓക്കെ.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The president of ICA elected for 2022 to 2026 period is Ariel Gurauko ആണ് ICAയുടെ പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1904 to 1911? താഴെ പറയുന്നത് ഫ്യൂച്ചേഴ്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി, സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ഫെർ ഫോംഡ്. അത് അപ്പോഴല്ല, അതിന് ശേഷമാണ് പ്രൈമറി, സെൻട്രൽ, അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്തത്. ഓക്കെ, ബാക്കിയെല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് പ്രൈമറി, സെൻട്രൽ, അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്തത് അതിന് ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI വാസ് ടു ഹെൽപ്പ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. RBIയുടെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മെയിൻ ഫംഗ്ഷൻ ഉള്ളത്? Agricultural credit. The main function of agricultural credit department of RBI was to help the cooperative movement. The recommendation of dash led to the organization of large size societies. All India Rural Credit Survey Committee ആണ് ലാർജ് സൈസ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത്. റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ലെഡ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെവൽസ് ഓഫ് ട്രെയിനിങ് നീഡ് അസസ്മെൻറ്റ്. TNA ഇൻക്ലൂഡ് ഓർഗനൈസേഷണൽ അസസ്മെൻറ്റും ഒക്യുപ്പേഷണൽ അസസ്മെൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ലെവൽസ് ഓഫ് ട്രെയിനിങ് നീഡ് അസസ്മെൻറ്റ് ഇൻക്ലൂഡ് ഓർഗനൈസേഷണൽ അസസ്മെൻറ്റും അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ അസസ്മെൻറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് കോർപ്പറേഷൻ ഈസ് എ form of organization wherein persons voluntarily associate together as human beings on the basis of equality for the promotion of economic interests of themselves. Answer Calvert ആണ്. According to Calvert, corporation is a form of organization wherein persons voluntarily associate together as human beings on a basis of equality for the promotion of economic interests of themselves. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോക്ക്ഡെയിൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം വാസ് കൺസേൺഡ് വിത്ത് കൺസ്യൂമേഴ്സ്. റോക്ക്ഡെയിൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം വാസ് കൺസേൺഡ് വിത്ത് കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ലോയും നമ്മൾ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി റിവിഷൻ കഴിഞ്ഞവർക്ക് ഈ വീഡിയോ ഒരു 15 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. 15-17 മിനിറ്റ് ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ഒരു വട്ടം കേട്ടാൽ ഭയങ്കരമായിട്ട് അത് റിവിഷനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക്